जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत जय गौर भक्तवृंद। हरे कृष्ण। ചൈതന്യ ചരിതാമൃതം പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീല രണ്ടാമത് ഭാഗം 13ാമത്തെ അധ്യായം 7ാമത്തെ ശ്ലോകം. ശ്രീകൃഷ്ണ ചൈതന്യ നവദീപേ അവതാരി ആട്ടാചല്ലീശവത്സ പ്രകട വിഹാരി. നവദ്വീപിൽ അവതരിച്ച ഭഗവാൻ ചൈതന്യ മഹാപ്രഭു 48 വർഷ കാലം ലീലകൾ ആസ്വദിച്ചുകൊണ്ട് ദർശനമരുളി. സദാ സഖ്യ ജന്മേര പ്രമാണം ചൗദശതാ പഞ്ചന്യേ ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു ശകവർഷം 1407 AD 1486 ആവിർഭവിക്കുകയും 1455 അതായത് AD 1534 ഈ ലോകത്തിന് തിരോഭവിക്കുകയും ചെയ്തു. 24 വർഷ പ്രഭു കൈല ഗൃഹവാസ നിരന്തര കൈല കൃഷ്ണ കീർത്തന വിലാസ. ചൈതന്യൻ 24 വർഷം ഗൃഹസ്ഥാശ്രമമായി വസിച്ചു. അവിടുന്ന് എല്ലായ്പ്പോഴും ഹരേ കൃഷ്ണ സങ്കീർത്തന പ്രസ്ഥാന ലീലകളിൽ വ്യാപൃതനായിരുന്നു. 24 വർഷശേഷേ കരില സന്യാസ ആര 24 വത്സര കൈലാനിലാചലേ വാസ. 24ാമത്തെ വയസ്സിൽ അവർ സന്യാസം സ്വീകരിച്ചു. വീണ്ടും 24 വർഷങ്ങൾ അവിടുന്ന് ജഗത്പുരിയിൽ വസിച്ചു. താരമധ്യേ ചയവത്സ ഗമാഗമനം കപു ദക്ഷിണേ കപു ഗൗഡ കപു വൃന്ദാവന. ഈ 24 വർഷത്തിൽ ആദ്യ 6 വർഷങ്ങൾ തുടർച്ചയായി അവിടുന്ന് ചിലപ്പോൾ ദക്ഷിണ ഭാരതത്തിലും ചിലപ്പോൾ ബംഗാളിലും ചിലപ്പോൾ വൃന്ദാവനിലുമായി ചുറ്റി സഞ്ചരിച്ചു. അഷ്ടദശ വത്സരഹില നീലാചലേ കൃഷ്ണപ്രേമാമൃതേ വാസല സകലേ. തുടർന്നുള്ള 18 വർഷം അവിടുന്ന് ജഗന്നാഥ്പുരി വസിച്ചു. അമൃത സമാനമായ ഹരേ കൃഷ്ണ മഹാമന്ത്രം കീർത്തനം ചെയ്ത് എല്ലാവരെയും കൃഷ്ണപ്രേമത്തിൽ ആറാടിച്ചു. ഗാർഹ്യസ്ഥേ പ്രഭുരലീലാദിലീലാഖ്യാന മധ്യ അന്ത്യലീലാ ശേഷലീലാദ്വൈതാമ. അവിടുത്തെ ആകർഷ്യ ലീലകൾ ആദിലീല എന്നറിയപ്പെടുന്നു. പിന്നീട് ലീലകൾ മധ്യലീല എന്നും അന്ത്യലീല എന്നും അറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഈ അധ്യായത്തില് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകൾ, അതായത് ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ചാണ് പ്രധാനമായും വിവരിക്കുന്നത്. ഇപ്പൊ അധ്യായത്തിന്റെ പേര് ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗമനം. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗമ ഉദ്ദേശം അല്ലെങ്കിൽ അവതാര ഉദ്ദേശമെല്ലാം. അപ്പൊ ഇതില് ഈ അധ്യായത്തിൽ പ്രത്യേകിച്ച് ഗൃഹസ്ഥ ജീവിതത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോ അതിൽ 24 വർഷം ഗൃഹസ്ഥാശ്രമത്തെ കുറിച്ചും അതിനുശേഷം പിന്നെ 6 വർഷം ദക്ഷിണ ഭാരതത്തിലെ ഉള്ള സന്ദർശനം, പിന്നെ അത് കഴിഞ്ഞ് 18 വർഷം
ജഗന്നാഥ്പുരിയിൽ വസിച്ചു. അങ്ങനെ മൊത്തം 48 വർഷമാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയെ കുറിച്ച് വിവരിക്കുന്നത്. അപ്പോ ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലകള് പ്രധാനമായും മുരാരി ഗുപ്തയും അല്ലെങ്കിൽ സ്വരൂപ ദാമോദര ഗോസ്വാമിയുടെ രണ്ടുപേരുടെയും ഡയറി കുറിപ്പിനെ അടിസ്ഥാനമാക്കി എഴുതപ്പെട്ടതാണ്. അപ്പൊ അതില് ബാല്യലീലകളുണ്ട്. ബാല്യം, പൗഖണ്ഡ, അതായത് കൗമാരത്തിന്റെ ആദ്യ കാലഘട്ടം, അത് വിവാഹ ജീവിതം, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കൈശോര, സെക്കൻഡ് കൗമാരം എന്ന് പറയും, പിന്നെ യൗവനം, ഇങ്ങനെയാ വരുന്നത്. അപ്പൊ സച്ചിമാതാവിന് ആദ്യമുണ്ടായ 8 പുത്രിമാരാണ് അവിടെ മരിച്ചുപോയി. അതിനുശേഷം 9ാമത്തെ ആളാണ് വിശ്വരൂപൻ, പിന്നീട് ചൈതന്യ മഹാപ്രഭു. അപ്പൊ അന്ന് നീലാംബര ചക്രവർത്തി അദ്ദേഹം ഒരു അസ്ട്രോളജർ ആയിരുന്നു. അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ ജാതകം പഠിച്ചിട്ട് അദ്ദേഹത്തിന്റെ മഹാവ്യക്തിത്വത്തെ കുറിച്ച് എല്ലാം വിവരിച്ചിരുന്നു. അതായത് സാക്ഷാൽ ഭഗവാനാണ് അദ്ദേഹം ഈ ലോകം തന്നെ മോചിപ്പിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുക എന്ന് പറയുകയും ചെയ്തു. ഇപ്പൊ ലീലകളാണ് ഇവിടെ വിവരിക്കുന്നത്. ആദിലീല മധ്യേ പ്രഭുരയത ചരിത സൂത്രരൂപേ പുരാരിഗ്രന്ഥിത. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ആദിലീലകൾ മുരാരിഗുപ്ത സംഗ്രഹരൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രഭുരയെ ശേഷലീല സ്വരൂപദാമോദര സൂത്രകരി ഗ്രന്ഥീല ഗ്രന്ഥേര വിദ്ര. പിന്നീടുള്ള ലീലകൾ മധ്യലീലയും അന്ത്യലീലയും അവിടുത്തെ കാര്യദർശിയായ സ്വരൂപ ദാമോദര ഗോസ്വാമിയുടെ കുറിപ്പ് രേഖപ്പെടുത്തുകയും ഈ ഗ്രന്ഥത്തിൽ ഭൂഷിക്കുകയും ചെയ്തിരുന്നു. ജനേരസൂത്ര ദേക്കില സുനിയ വർണ്ണന കരേ വൈഷ്ണവ ക്രമയേ കരില. ഈ 2 മഹത് വ്യക്തികൾ രേഖപ്പെടുത്തിയ കുറിപ്പുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു ഭക്തന് ലീലകൾ ഒന്നൊന്നായി മനസ്സിലാക്കാൻ കഴിയും. ബാല്യപൗഖണ്ഡ കൈശോര യൗവന ചാരിഭേദ അതയേവ ആദിഖണ്ഡേ ലീലാചരിഭേദ. അവിടുത്തെ ആദ്യ ലീലകളിൽ 4 വിഭാഗങ്ങളുണ്ട്. ബാല്യവും, പൗഖണ്ഡവും, കൈശോരവും, പിന്നീട് യൗവനവും. സർവസദ്ഗുണപൂർണം താം വന്ദേ ഫാൽഗുണപൂർണിമാം യസ്യാം ശ്രീകൃഷ്ണ ചൈതന്യ വർണ്ണീന കൃഷ്ണനാമഭി. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു കൃഷ്ണനാമ സമേതനായി അവതരിച്ച ഫൽഗുണ മാസത്തിലെ ആ പൗർണമി സന്ധ്യയ്ക്ക് എന്റെ സാദര പ്രണാമങ്ങൾ. സർവശുഭലക്ഷണങ്ങളും തികഞ്ഞതായിരുന്നു ആ സമയം. ഫാൽഗുണ പൂർണിമ സന്ധ്യായ പ്രഭുര ജന്മോദയം സൈകാലേ ദൈവയോഗ ചന്ദ്രഗ്രഹണഭയാം. ഭഗവാന്റെ ജന്മസമയത്തെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഭഗവാൻ ജന്മോദയം കൊണ്ട് ഫാൽഗുണ മാസത്തിലെ പൗർണമി സന്ധ്യ നേരത്ത് യാദൃശ്ചികമായി ചന്ദ്രഗ്രഹണം ഉണ്ടായി. ചന്ദ്രഗ്രഹണ സമയത്ത് ഹരിഹരി ബലേ ലോകേ ഹരർഷിതനാം ജലാ ചൈതന്യ പ്രഭു നാമ ജന്മായി ലയ. ആഹ്ലാദ തിരുമിപ്പിൽ എല്ലാവരും ഹരിഹരി എന്ന കീർത്തനം ചെയ്യുകയായിരുന്നു. ഇങ്ങനെ ആ വേളയിൽ ആദ്യം ദിവ്യനാമത്തെ പ്രത്യക്ഷമാക്കിയ ശേഷം ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. അപ്പൊ നമുക്കറിയാം, ചന്ദ്രഗ്രഹണ സമയത്ത് എല്ലാവരും ഭഗവാന്റെ നാമം ജപിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ചൈതന്യ മഹാപ്രഭു, എല്ലാവരും നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. ജന്മാല്യപകണ്ഠ കൈശോര യുവാകാലേ ഹരിനാമ ലവോ പ്രഭു നാനാചലേ. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അവിടുത്തെ ജനനത്തിലും ബാല്യത്തിലും പൗഖണ്ഡത്തിലും കൗമാരത്തിലും യൗവനത്തിലും വിവിധ ഉപായങ്ങളിലൂടെ ജനങ്ങളെ ഹരിനാമം ജപിക്കാൻ പ്രേരിപ്പിച്ചു. അപ്പോ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ എല്ലാവരെയും നാമം ജപിപ്പിച്ചു എന്നുള്ളതാണ്. ബാല്യഭാവചലേ പ്രഭു കരേന ക്രന്ദ കൃഷ്ണഹരിനാമസുനി ജഹയേ യോധന. ശിശുവായിരുന്നപ്പോൾ അവിടുന്ന് കരയുന്നതിനിടയിൽ കൃഷ്ണയും
ഹരിയുടെയും ദിവ്യനാമങ്ങൾ കേട്ടാലുടൻ കരച്ചിൽ നിർത്തുമായിരുന്നു. അപ്പോ ചൈതന്യ മഹാപ്രഭു പെട്ടെന്ന് കരയും. അപ്പോ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങള് ബന്ധുക്കളെല്ലാം ഭഗവാന്റെ നാമം ജപിക്കും. ആ സമയത്ത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു കരച്ചിൽ നിർത്തും. ഇങ്ങനെ എല്ലാവരെയും ഡയറക്റ്റായും ഇൻഡയറക്റ്റായും ഹരിയുടെ നാമം ജപിപ്പിച്ചു എന്നുള്ളതാണ്. അതയേവ ഹരിഹരി ബലേനാരികണ ദേഖിതേ ആയിസേയഭാം സർവ ബന്ധുജന. ശിശുവിനെ കാണാൻ വന്ന ബന്ധുജനങ്ങളായ സ്ത്രീകൾ കുട്ടി കരഞ്ഞാലുടൻ ഹരിഹരി എന്ന ദിവ്യനാമം ജപിക്കുമായി. ഗൗരഹരി ബലിധരെ ഹസേ സർവനാശി സർവനാരി അതേവ ഹൈല നാമ ഗൗരഹരി. ഈ തമാശ കണ്ട സ്ത്രീകൾ രസിച്ചുകൊണ്ട് കുട്ടിയെ ഗൗരഹരി എന്ന് വിളിച്ചു. അപ്പോൾ മുതൽ മഹാപ്രഭുവിന് മറ്റൊരു പേരായി മാറി. അപ്പൊ ഗൗരഹരി എന്ന് പേര് വരാൻ കാരണം എന്താ? ബാല്യവയസ്സായാവത് ഹതേ കടീതില പൗഗണ്ഡ വയസ്സായാവത് വിവാഹന കൈലഹ. അവിടുത്തെ ബാല്യകാലം, വിദ്യാരംഭം, അതേ ഹതേ ഖടി അഥവാ കയ്യിൽ എഴുത്താണി നൽകുന്ന സ്ലങ് വരെ നീണ്ടു. ബാല്യത്തിന്റെ അവസാനം മുതൽ വിവാഹിതനാകുന്നത് വരെയുള്ള പ്രായം പൗഗണ്ഡം എന്ന് വിളിക്കുന്നു. വിവാഹക്കരിലേ ഹൈല നവീന യൗവന സർവത്ര ലായ ഇല്ല പ്രഭു നാമ സങ്കീർത്തന. വിവാഹത്തിന് ശേഷം അവിടുത്തെ യൗവനം ആരംഭിച്ചു. യൗവനത്തിൽ മഹാപ്രഭു എവിടെയും എല്ലായിടത്തും ഹരേ കൃഷ്ണ മഹാമന്ത്രം കീർത്തനം ചെയ്യാൻ സർവരെയും പ്രേരിപ്പിച്ചു. ചൈതന്യ മഹാപ്രഭുവിന്റെ ഉദ്ദേശം തന്നെ, അവതാര ഉദ്ദേശം എല്ലാവരെയും കൊണ്ട് നാമം ജപിക്കുക എന്നുള്ളതായിരുന്നു. പൗഗണ്ഡ വയസ്സേ പടേന ശിഷ്യഗണേ സർവത്ര കരേന കൃഷ്ണനാമേര വ്യാഖ്യാനം. പൗഗണ്ഡ പ്രായത്തിൽ ഗൗരവമുള്ള വിദ്യാർത്ഥിയായിരുന്ന മഹാപ്രഭു ശിഷ്യരെ പഠിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് കൃഷ്ണന്റെ ദിവ്യനാമം എല്ലായിടത്തും വിശദീകരിക്കുന്നത് ശീലമാക്കി. സൂത്രവൃത്തി പഞ്ചി കൃഷ്ണേര താൽപര്യ ശിഷ്യേര പദീയ പ്രഭാവ ആശ്ചര്യ. വ്യാകരണം പഠിപ്പിക്കുമ്പോൾ കുറിപ്പുകളുടെ അവ വിശദീകരിക്കാനുള്ള മഹാപ്രഭു ശിഷ്യന്മാരെ, വ്യാകരണം പഠിപ്പിക്കുമ്പോൾ കുറിപ്പുകളിലൂടെ അവ വിശദീകരിക്കാനുള്ള മഹാപ്രഭു ശിഷ്യന്മാരെ കൃഷ്ണഭഗവാന്റെ മഹിമകൾ പഠിപ്പിച്ചു. എല്ലാ വിശദീകരണങ്ങളും ചെന്നെത്തുന്നത് കൃഷ്ണ. ശിഷ്യന്മാർ നിഷ്പ്രയാസം അവ മനസ്സിലാക്കി. അവിടുത്തെ സ്വാധീനം അത്ര അത്ഭുതകരമായിരുന്നു. അപ്പൊ ഈ ഇതിന് ഭാവാർത്ഥമുണ്ട്. ഭാവാർത്ഥം ഉപാധിക്ക് ജയ്. ശ്രീ ജീവഗോസ്വാമി 2 ഭാഗങ്ങളായി ഒരു വ്യാകരണം രചിച്ചു. ഒന്ന് ലഘു ഹരിനാമാമൃത വ്യാകരണം, 2 ബൃഹത് നാമാമൃത വ്യാകരണവും. ഈ 2 വ്യാകരണ ഗ്രന്ഥങ്ങളും പഠിക്കുന്ന പക്ഷം ഒരേ സമയം സംസ്കൃത ഭാഷയിലെ വ്യാകരണ നിയമങ്ങളും ഒരു മഹാകൃഷ്ണഭക്തനാകേണ്ടത് എങ്ങനെയെന്നും അഭ്യസിക്കാം. ചൈതന്യ ഭാഗവതം മധ്യഖണ്ഡം 1-ാം അധ്യായത്തിൽ ചൈതന്യ മഹാപ്രഭു വ്യാകരണം പഠിപ്പിച്ചിരുന്ന രീതിയെ സംബന്ധിച്ച് ഒരു പ്രസ്താവനയുണ്ട്. വ്യാകരണ സൂത്രങ്ങൾ കൃഷ്ണന്റെ ദിവ്യനാമം പോലെ ശാശ്വതമുള്ളതായിരിക്കണമെന്ന് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു വിശദീകരിച്ചു. ഭഗവത്ഗീതയിൽ 15:15 പറയുന്നതുപോലെ വേദേഷു സർവേരഹമേവ വിദ്യോ വേദാന്ത വേദവിദേഹജാഹം. എല്ലാ വേദശാസ്ത്രങ്ങളുടെയും ഭാവാർത്ഥം കൃഷ്ണനെ അറിയലാണ്. അതുകൊണ്ട് ഒരു വ്യക്തി കൃഷ്ണനല്ലാത്ത എന്തും കുറിച്ച് വിശദീകരിക്കുന്ന പക്ഷം അയാളുടെ ജീവിത ലക്ഷ്യം സഫലമാക്കാതെ കഠിനാധ്വാനം ചെയ്ത് സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണനെ കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു അധ്യാപകനെ മനുഷ്യവർഗത്തിലെ അധമനായി കാണണം. ഭഗവത്ഗീത 7:15 പ്രസ്താവിച്ചിട്ടുപോലെ നരാധമ മായാവൃതഖ്യാന. വേദങ്ങളുടെ അന്തസത്ത അറിയാതെ അധ്യാപനാകുന്ന ഒരാളുടെ അധ്യാപനം അസ്വസ്ഥത ഉളവാക്കുന്ന കഴുതയുടെ കരച്ചിൽ പോലെയാകുന്നു. ഇവിടെ
എല്ലാ വൈദിക ഗ്രന്ഥങ്ങളുടെയും ഉദ്ദേശം, അത് നമ്മൾ ഭഗവത്ഗീത നോക്കുമ്പോൾ 15-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. വേദങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്നെ അറിയുകയാണ്. എന്നിൽ നിന്നാണ് ജ്ഞാനവും മറവിയും എല്ലാം ഉണ്ടാകുന്നതെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് സംസ്കൃതം പഠിക്കാതെ തന്നെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ നാമസങ്കീർത്തനത്തില് ചേനും നാമസങ്കീർത്തനത്തിൽ കഴിയുന്നുണ്ട്. ഇതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രത്യേക ഒരു കാരണമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് ഇസ്കോൺ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തില് അത്രത്തോളം സംസ്കൃതം പഠിച്ച വ്യക്തികള് കുറവാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഭഗവത്ഗീത വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭു ആണ് സാക്ഷാൽ ഭഗവാൻ, അല്ലെങ്കിൽ കൃഷ്ണനാണ് പരമദിവ്യോത്തമമായ പുരുഷൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന് കാരണം ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രത്യേക കാരുണ്യമാണ്. പൂർവ്വ ആചാര്യന്മാരുടെ, പ്രഭുപാദരുടെ ആചാര്യന്മാരുടെ പ്രത്യേക കാരുണ്യം കൊണ്ടാണ് നമുക്കിത് സാധ്യമാകുന്നത്. യാരെ ദേഖേ തരേ കഹേ കഹ കൃഷ്ണനാമ കൃഷ്ണനാമേ പാസൈല നവദീപ ഗ്രാമ. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു കണ്ടുമുട്ടുന്ന എല്ലാവരോടും കൃഷ്ണന്റെ ദിവ്യനാമം ജപിക്കാൻ പറഞ്ഞു. പ്രകാരം അവിടുന്ന് നവദ്വീപ് ഗ്രാമത്തെ മുഴുവൻ കൃഷ്ണ നാമത്തിൽ ആറാടിച്ചു. അതിന്റെ ഭാവാർത്ഥം, നവദ്വീപ് എന്നറിയപ്പെടുന്ന സ്ഥലത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോഴുള്ള നവദ്വീപ് ധാമം. നവദ്വീപം എന്നാൽ 9 ദ്വീപുകൾ എന്നാണ് അർത്ഥം. ഏകദേശം 32 ചതുരശ്ര മൈൽ വരുന്ന 9 ദ്വീപുകൾ ഗംഗയുടെ പല കൈവഴികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഭക്തിയുടെ സേവനത്തിന് പറ്റിയ അനേകം ഇടങ്ങൾ ഇവിടെയുള്ള എല്ലാ ദ്വീപുകളിലുമുണ്ട്. ശ്രീമദ് ഭാഗവതം 7:5-23 നവവിധ ഭക്തിയെക്കുറിച്ച് പറയുന്ന കാണാം. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. 9 പ്രക്രിയകളെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ഈ 9 കിട്ടിയ 9 ദ്വീപുകളാണ് ഇവിടെ പറയുന്നത്. അതായത് നവദ്വീപ് എന്ന് പറയുമ്പോൾ 9 ദ്വീപാണ്. അപ്പോ അതില് ഒന്നാമത്തത് അന്തർദ്വീപ്, രണ്ടാമത്തത് സിമന്ത ദ്വീപ്, മൂന്നാമത്തത് ഗോദ്രുമദ്വീപ്, നാലാമത്തത് മധ്യദ്വീപ്, 5 കോലദ്വീപ്, 6 ഋതുദ്വീപ്, 7 ധ്യാനദ്വീപ്, 8 മോദധ്രുമദ്വീപ്, 9 രുദ്രദ്വീപ്. ഭൂപടം അനുസരിച്ച് ഞങ്ങളുടെ ഇസ്കോൺ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രുദ്രദ്വീപിലാണ്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ്, 9 ദ്വീപ സമൂഹങ്ങള് 9 നവവിധ ഭക്തിയെ കുറിക്കുന്നതാണ്. അപ്പൊ അതില് ഇസ്കോൺ അല്ലെങ്കിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ തലസ്ഥാനം ഇരിക്കുന്നത് രുദ്രദ്വീപിലാണെന്ന് പറയുന്നു. രുദ്രദ്വീപിന് താഴെയുള്ള, അതായത് അന്തർദ്വീപിലാണ് മായാപ്രഭു. മഹാപ്രഭുവിന്റെ പിതാവ് ജഗന്നാഥ് മിശ്ര അവിടെ താമസിക്കാറുണ്ടായിരുന്നു. യുവാവായിരുന്ന കാലത്ത് മഹാപ്രഭു ഈ ദ്വീപുകളിലെല്ലാം സങ്കീർത്തന സംഘവുമായി നടന്നിരുന്നു. ആ പ്രദേശയാകെ അവിടുന്ന് കൃഷ്ണപ്രേമത്തിൻ തിരമാലകളാൽ നിർമ്മാർജ്ജനം ചെയ്തു. ഇപ്പോ നമ്മൾ സാധാരണ ഗൗരമണ്ഡൽ ദ്വീപ് പരിക്രമം, നവദ്വീപ് മണ്ഡല പരിക്രമം എന്ന് പറയും. അപ്പോൾ ഈ 9 ദ്വീപിലും സന്ദർശിക്കാറുണ്ട്. അപ്പൊ ഇതില് ഓരോ ദ്വീപും ഓരോ ഭക്തിയുടെ സേവനത്തിന്റെ, അതായത് പ്രക്രിയയെ കുറിക്കുന്നതാണ്. മുപ്പത്തിയൊന്ന് കിശോരവശേഷാരംഭില സങ്കീർത്തന രാത്രിദിനെ പ്രേമേ നൃത്യസംഗേ ഭക്തഗണ. തന്റെ യൗവന ജീവിതത്തിന് തൊട്ടു മുമ്പേ അവിടുന്ന് സങ്കീർത്തന പ്രസ്ഥാനം ആരംഭിച്ചു. മഹാപ്രഭു രാവും പകലും പതിവായി തന്റെ ഭക്തന്മാർക്കൊപ്പം പ്രേമോന്മാദത്തിൽ നൃത്തം ചെയ്തു. നഗരേ നഗരേ ഭ്രമേ കീർത്തന കരിയ ഭാസൈല ത്രിഭുവന പ്രേമ ഭക്തി. കീർത്തനം ആലപിച്ചുകൊണ്ട് മഹാപ്രഭു അലഞ്ഞു തിരിഞ്ഞ് നഗരം തോറും സങ്കീർത്തന പ്രസ്ഥാനം
എത്താൻ ഇടയാക്കി. ഇങ്ങനെ മൂലകിലും പ്രേമഭക്തി വിതരണം ചെയ്തു. ചൈതന്യ മഹാപ്രഭു നിർവഹിച്ചത് നവദ്വീപിൽ മാത്രമായിരുന്നിട്ടും 3 ലോകങ്ങളിലും കൃഷ്ണപ്രേമത്തിൽ മുങ്ങിയത് എങ്ങനെയെന്ന് ഒരുവൻ ചോദിച്ചേക്കാം. ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ് എന്നതാണ് അതിനുള്ള ഉത്തരം. വിശ്വാവിഷ്കാരം സാധ്യമായത് ഭഗവാൻ ആദ്യം അതിന്റെ പ്രവൃത്തിഭവത്തിൽ ചലിപ്പിക്കുന്നതിന്റെ അനന്ത ഫലമായാണ്. അതുപോലെ സങ്കീർത്തന പ്രസ്ഥാനവും 500 സംവത്സരങ്ങൾക്ക് മുമ്പ് ആദ്യമായി ചലിപ്പിക്കപ്പെട്ടത് അത് ലോകം മുഴുവൻ വ്യാപിക്കണമെന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ ഇച്ഛയാൽ നിന്നായിരുന്നു. അതേ ചലനത്തിന്റെ തുടർച്ചയായി കൃഷ്ണാവബോധ പ്രസ്ഥാനം ഇപ്പോൾ ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിധത്തിൽ ക്രമേണ അത് പ്രപഞ്ചത്തിലെ എമ്പാടും വ്യാപിക്കുകയും ചെയ്യും. കൃഷ്ണാവബോധ പ്രസ്ഥാനം വ്യാപിക്കുന്നതോടുകൂടി സർവരും കൃഷ്ണപ്രേമത്തിന്റെ സമുദ്രത്തിൽ നാമഗ്നനാകും. ഇവിടെ പ്രഭുപാദർ വളരെ വിനയപൂർവം എങ്ങനെയാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകം മുഴുവൻ പ്രചരിപ്പിച്ചതെന്ന് പറയും. യഥാർത്ഥത്തിൽ ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആഗ്രഹം തന്നെയായിരുന്നു. അപ്പോ ഈ പ്രസ്ഥാനം ലോകമെമ്പാടും പ്രചരിക്കുമെന്ന് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളതാണ്, പ്രവചനം ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതില് പ്രഭുപാദർ ഒരു ഉപകരണമായി മാറി ലോകം മുഴുവനും കൃഷ്ണാബോധം പ്രചരിപ്പിക്കുന്നതിൽ. 24 സംവത്സര ഐച്ചേ നവദ്വീപഗ്രാമേ ലൈലോകേ കൃഷ്ണ പ്രേമനാമേ. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു നവദ്വീപിൽ 24 വർഷം വസിച്ചു. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ കൃഷ്ണപ്രേമത്തിൽ മുഴുകാൻ അവിടുന്ന് എല്ലാവരെയും പ്രേരിപ്പിക്കുകയും ചെയ്തു. 24 വർഷ കില കരിയ സന്യാസ ഭക്തഗണാലാന കൈലാചലേ വാസ. സന്യാസം സ്വീകരിച്ച് അവിടുന്ന് പിന്നീടുള്ള 24 വർഷം ഭക്തന്മാരൊപ്പം ജഗന്നാഥ് പുരിയിൽ വസിച്ചു. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ജഗന്നാഥ് പുരിയിലായിരുന്നു. അതായത് പ്രദീപിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് അദ്ദേഹം കഴിച്ചത് ലക്ഷ്മിപ്രിയ, പിന്നീട് ലക്ഷ്മിപ്രിയ ശേഷം വിഷ്ണുപ്രിയ, 2 പേരെ വിവാഹം ചെയ്തു. 2 പേരും, ഒരാള് ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ അവതാരമാണ്, അതുപോലെ വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞ സത്യഭാമയുടെ അവതാരം. അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയും ജഗന്നാഥ് പുരിയിൽ വന്ന് വസിക്കുകയും ചെയ്തത്. അതാണ് ഇവിടെ പറഞ്ഞത്. സന്യാസം സ്വീകരിച്ച് അവിടെ നിന്ന് പിന്നീടുള്ള 24 വർഷം ഭക്തന്മാരോടൊപ്പം ജഗന്നാഥ് പുരിയിൽ വസിച്ചു. അപ്പൊ അതില് 6 വർഷമാണ് ദക്ഷിണ ഭാരതത്തിലെ സന്ദർശനം. അപ്പോൾ കേരളത്തിലെല്ലാം സന്ദർശിച്ചത് ആ കാലഘട്ടമാണ്. താരേ മധ്യ നീലാചലേ ചയാവത്സര നൃത്യ ഗീത പ്രേമ ഭക്തി ദാന നിരന്തര. നീലാചലത്തിൽ ജഗന്നാഥ് പുരിയിൽ 24 വർഷത്തിൽ 6 വർഷം അവിടുന്ന് എല്ലായ്പ്പോഴും കീർത്തനവും നൃത്തനവും ചെയ്ത് പ്രേമഭക്തി വിതരണം ചെയ്തു. അപ്പോ ഈ 6 വർഷത്തിനിടയിലാണ് ചൈതന്യ മഹാപ്രഭു സൗത്ത് ഇന്ത്യൻ ട്രാവലിംഗ്, അതായത് കന്യാകുമാരി മുതൽ ബംഗാൾ വരെ സഞ്ചരിക്കും, പിന്നീട് വൃന്ദാവനം പോവുകയും ചെയ്തു. ചേതുബന്ധാരേ ഗൗഡവ്യാപി വൃന്ദാവന പ്രേമനാമ പ്രചാരില കൈല ബ്രഹ്മ. ഈ 6 വർഷം അവിടെ നിന്ന് കീർത്തനവും നൃത്തനവും പ്രേമ വിതരണവും ചെയ്ത് കന്യാകുമാരി മുതൽ ബംഗാളിലൂടെ വൃന്ദാവനം ചുറ്റി സഞ്ചരിച്ചു. ജയ് മധ്യലീലാനാമ മുഖ്യധാമ ശേഷ അഷ്ടാദശവർഷ അന്ത്യലീലാനാമ. മഹാപ്രഭു സന്യാസം സ്വീകരിച്ച ശേഷം നടത്തിയ യാത്രയിലെ അവിടുത്തെ ലീലകൾ മധ്യലീല എന്ന പേരിൽ അവിടുത്തെ സുപ്രധാന ലീലകളാണ്. പിന്നീടുള്ള 18 വർഷങ്ങളിലെ അവസാന പ്രവർത്തനങ്ങളെ അന്ത്യലീല. അപ്പൊ 3 ആയിട്ടാണ് ആദിലീല, മധ്യലീല, അന്ത്യലീല, അങ്ങനെ 3 ആയിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്.
താരമധ്യേ ഛയാവത്സ ഭക്തഗണസംഖ്യേ പ്രേമഭക്തി ലൈല നിത്യ ഗീതതരംഗേ. ഈ 18 സംവത്സരങ്ങളിൽ 6 വർഷം തുടർച്ചയായി അവിടുന്ന് ഭക്തർക്കൊപ്പം ജഗന്നാഥ്പുരിയിൽ താമസിച്ചു. അവിടുന്ന് പതിവായി നാമസങ്കീർത്തനം നിർവഹിക്കുകയും ചെയ്തു. കീർത്തനത്തിലൂടെയും പ്രേമത്തിൽ വളർത്താൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. പ്രേമാവസ്ഥ ശിഖായില ആസ്വാദന. ശേഷിച്ച 12 വർഷം ജഗന്നാഥ്പുരിയിൽ വസിച്ച ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണഭക്തിയുടെ അതീന്ദ്രിയ രസം ആസ്വദിക്കേണ്ടത് എങ്ങനെയെന്ന് സ്വയം ആസ്വദിച്ചുകൊണ്ട് സകലരെയും പഠിപ്പിച്ചു. ഇവിടെ ഭാവാർത്ഥം, കൃഷ്ണാബോധത്തിൽ പുരോഗതി ആർജിച്ച ഒരു വ്യക്തിക്ക് എല്ലായ്പ്പോഴും കൃഷ്ണനിൽ നിന്നുള്ള വേർപാട് അനുഭവപ്പെടുന്നു. കാരണം കൃഷ്ണനുമായി സംഗമിക്കുമ്പോഴുള്ള വികാരത്തെക്കാൾ തീവ്രമാണ് വിരഹദുഃഖം. ചൈതന്യ മഹാപ്രഭു അവസാനത്തെ 12 വർഷത്തെ ജഗന്നാഥ്പുരിയിലെ ലീലകളിൽ വിരഹത്തിന്റെ വികാരത്താൽ ഒരുവൻ സുപ്താവസ്ഥയിലുള്ള കൃഷ്ണപ്രേമത്തെ എങ്ങനെ വികസിപ്പിക്കാൻ സാധിക്കുമെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. കൃഷ്ണമായി പിരിഞ്ഞിരിക്കുമ്പോഴുള്ള വികാരവും കൃഷ്ണനെ കണ്ടുമുട്ടുമ്പോഴുള്ള വികാരമെല്ലാം ഭഗവത് പ്രേമത്തിന്റെ വ്യത്യസ്ത തലങ്ങളാണ്. ഒരുവൻ ഭക്തിവിധ സേവനത്തിൽ ഗൗരവമായി മുഴുകുമ്പോൾ ഈ വികാരങ്ങൾ വികസിക്കും. ഏറ്റവും ഉന്നതമായ തലം പ്രേമഭക്തി എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ സാധന ഭക്തിയിലൂടെ നിർവ്വഹണത്തിലൂടെ വേണം ഈ തലത്തിലെത്താൻ. ഒരുവൻ സാധന ഭക്തിയിലൂടെ നിയമനിബന്ധനകൾ നിഷ്ഠയോടെ പിന്തുടരാതെ പ്രേമഭക്തിയുടെ തലത്തിൽ കൃത്രിമമായി സ്വയം ഉയർത്താൻ ശ്രമിക്കരുത്. പ്രേമഭക്തി ആസ്വാദനത്തിന്റെ തലമാണ്. എന്നാൽ സാധന ഭക്തി എന്നത് ഭക്തിയുത സേവനത്തിൽ പുരോഗമിക്കുന്ന തലമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഭക്തിയുത സേവനത്തിന്റെ ഈ സമ്പ്രദായം സ്വജീവിതത്തിൽ പ്രായോഗികമാക്കി പൂർണ്ണ വിശദാംശങ്ങളോടെ പഠിപ്പിച്ചു. അതിനാൽ അപനി ആചരി ഭക്തി ശിഖായിമോ സഭാരെ എന്ന് പറഞ്ഞിരിക്കുന്നു. ചൈതന്യ മഹാപ്രഭു തന്നെയാണ് ഒരുവന് ഭക്തിഭരിതമായ സേവനം നിർവഹിക്കുന്ന സമയമാകുമ്പോൾ ഭഗവത്ധാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമെന്ന് സ്വയം ഒരു കൃഷ്ണഭക്തന്റെ വേഷത്തിൽ സമസ്ത ലോകത്തിനും അവിടുന്ന് ഉപദേശം നൽകി. ഇവിടെ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശം നമ്മൾ പറഞ്ഞു. അപ്പോ മഹാപ്രഭുവിന്റെ ലീല പ്രത്യേകം എന്ന് പറഞ്ഞാല് ഭക്തിയുടെ ഏറ്റവും ഉന്നത തലമാണ് ചൈതന്യ മഹാപ്രഭു പ്രദർശിപ്പിച്ചത്. ഏറ്റവും ഉന്നത തലം എന്ന് പറയുമ്പോൾ വിരഹം, വിരഹത്തിന്റെ വികാരം, അതായത് സെപ്പറേഷൻ ഫ്രം ദ ലോർഡ്, ഭഗവാനെ കാണാതെ. ഗോപികൾ എങ്ങനെ അനുഭവിച്ചോ വിരഹം, അതുപോലെ ആ ഗോപി പാപത്തിലാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ കൃഷ്ണ ഭക്തി ഇവിടെ പ്രകടിപ്പിച്ചത്. ഇപ്പൊ പ്രഭുപാദ് പറയുന്നത് നമ്മള് ഈ ഒരു ലെവലിലേക്ക് വരുന്നത് നമ്മള് സാധന ഭക്തിയിൽ നിന്ന് ആരംഭിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ കൃഷ്ണപ്രേമത്തിലാണ് അല്ലെങ്കിൽ വിരഹത്തിലാണ് എന്ന് നമ്മൾ സ്ഥാപിക്കാൻ പാടില്ല. കാരണം സാധന ഭക്തി എന്ന് പറഞ്ഞാല് നമ്മൾ നിയമങ്ങൾ, ഭക്തിയുടെ നിയമ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് ഭക്തിയുഗം പരിശീലിക്കുന്നതാണ്. അത് ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ സാധന ഭക്തിയിൽ പുരോഗമിച്ചു വരുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എത്തിച്ചേരും. അതാണ് രാഗാനുക ഭക്തി എന്ന് പറയുന്നത്. വെച്ചാൽ സ്വമേധയാ നമുക്ക് ഭക്തി അല്ലെങ്കിൽ ഭഗവാനോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായി സേവനം ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പൊ അവിടെ ആരുടെയും നിർബന്ധത്തിന്റെ ആവശ്യമില്ല, സ്വയം അറിഞ്ഞ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അതാണ് രാഗാനുക ഭക്തി എന്ന് പറയുന്നത്. പക്ഷെ സാധന ഭക്തിയില് നമുക്ക് ഭഗവാന്റെ സേവനത്തിനോട് അറ്റാച്ച്മെന്റ് ഇല്ല, ജപത്തോടൊരു അറ്റാച്ച്മെന്റോ ആകർഷണമില്ല. പക്ഷെ ഗുരു പറയുന്നത് കൊണ്ടും നമ്മൾ ഭക്തന്മാരുടെ സംഘത്തിൽ വർദ്ധിക്കുന്നത് കൊണ്ടും നമ്മൾ നിർബന്ധപൂർവം ചെയ്യുന്ന ഒരു പ്രക്രിയയായിട്ടാണ്
അത് പോകുന്നത്. പക്ഷെ അത് കഴിയുമ്പോ നമ്മള് ഭാവഭക്തിയിലേക്ക് വരും. അപ്പൊ അതില് ഭക്തിയുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭാഗവതം പഠിക്കുമ്പോ ഭരത മഹാരാജാവ് ഭാവഭക്തിയിലായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടാകുന്ന രോമാഞ്ചം, മറ്റ് പ്രകടനങ്ങളെല്ലാം വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ആചാര്യന്മാര് അദ്ദേഹം ഭാവഭക്തിയിലായിരുന്നു എന്ന് പറയുന്നത്. പക്ഷെ ആ ഭാവഭക്തിയിലായിരുന്നപ്പോഴും അദ്ദേഹത്തിന് അധപ്പതനം ഉണ്ടായിരുന്നു. അങ്ങോട്ടുള്ള അട്രാക്ഷൻ കൊണ്ട് അദ്ദേഹം ഭക്തിയിൽ നിന്നും അപ്പൊ ഇവിടെ സാധന ഭക്തി എന്നത് ഭക്തി സേവനത്തിൽ പുരോഗമിക്കുന്ന ഫലമാണ്. ചൈതന്യ മഹാപ്രഭു ഭക്തിയുത സേവനത്തിൽ ഈ സമ്പ്രദായം സ്വജീവിതത്തിൽ പ്രായോഗികമാക്കി പൂർണ്ണ വിശദത്തോടെ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാൻ പാടില്ല. കാരണം നമ്മള് സാധന ഭക്തിയാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമയമാകുമ്പോൾ ഒരുവന് ഭക്തിപരമായ സേവനം നിർവഹിക്കാൻ സമയമാകുമ്പോൾ ഭഗവത്ധാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുമെന്നും സ്വയം കൃഷ്ണന്റെ വേഷത്തിൽ സതലോകം അവിടെ നിന്ന് ഉപദേശം നൽകി. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഗുരുവിന്റെ ആജ്ഞ അനുസരിച്ച് നമ്മൾ ഭക്തിയുടെ സേവനം പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പോൾ പതുക്കെ നമ്മള് പുരോഗമിക്കും. ഇപ്പൊ ആരും നമ്മൾ ഭാവഭക്തിയിലാണ് അല്ലെങ്കിൽ പ്രേമഭക്തിയാണെന്ന് ഒരാളും ഒരു ഭക്തനും പറയാറില്ല. പ്രഭുപാദർ തന്നെ ഒരിക്കലും അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല. ഞാൻ പ്രേമഭക്തനാണ് അല്ലെങ്കിൽ ആണ് അവകാശപ്പെട്ടില്ല. പക്ഷെ നമുക്കറിയാം പ്രഭുപാദരുടെ സ്റ്റേജ് നിലവാരം എവിടെ ആണ് എന്നുള്ളത്. നിർദ്ദേശം നമ്മള് മനസ്സിലാക്കണം. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു അതുകൊണ്ട് ഭക്താവതാരം ഭാഗ്യം സമാമി ഭക്ത ശക്തികം. സാക്ഷാ ഭഗവാൻ തന്നെ ഭക്തന്റെ രൂപത്തിൽ വന്നാണ് നമ്മളെ ഇത് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ അതിലൂടെ ചൈതന്യ മഹാപ്രഭു നമ്മൾ പറയില്ല ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാന്റെ നിർദ്ദേശമാണ്. അതെങ്ങനെ ഭക്തിയുത സേവനം അല്ലെങ്കിൽ ശരണം പ്രാപിക്കണം എന്ന് കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം. പിന്നെ ഭഗവാൻ പറയുന്നുണ്ട് സർവമാൻ പരിത്യജ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ച. എന്നിൽ പൂർണ്ണമായി എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നിൽ ശരണം പ്രാപിക്കുമ്പോൾ എല്ലാ കർമ്മങ്ങളും നശിക്കും. സർവപാപി എല്ലാ പാപങ്ങളും നശിപ്പിച്ച് മോചിപ്പിക്കും എന്ന് പറയുന്നു. സംശയം വേണ്ട. പക്ഷെ അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് ചൈതന്യ മഹാപ്രഭുവാണ് ഭക്തന്റെ രൂപത്തിൽ വന്ന് നമ്മളെ പഠിപ്പിച്ചത്. ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശവും ഭഗവാൻ കൃഷ്ണൻ നിർദ്ദേശവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരിക, അത് മാതൃകയാക്കി നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ചെയ്തത് ഭഗവാന്റെ നിർദ്ദേശം. അപ്പൊ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ നമ്മള് 39 ശ്ലോകം വരെ വായിച്ചു. ഇനി അടുത്തത് 40 മുതലാണ് വായിക്കേണ്ടത്. അപ്പൊ നമുക്കിവിടെ ഇന്നിവിടെ നിർത്താം. ഇപ്പൊ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൂട്ടിച്ചേർക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ നിർത്താമോ? ഓ ശരി പ്രഭു, ശരി ശരി. ഹരേ കൃഷ്ണ. 39 വരെ വായിച്ചല്ലേ പ്രഭു? ഇനി 40 മുതലല്ലേ? 39 വരെ വായിച്ചു, ഇനി 40 വരെ അല്ലേ? ഇനി 40 മുതലാണ് വായിക്കുന്നത്. 13, 40 ഓക്കെ പ്രഭു. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. Krishna, thank you, Prabhu. Pranam. Thank you, Prabhu. Pranam. Hare Krishna.